ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ കറുത്ത കുത്തുകളും പാടുകളും അതോടൊപ്പം തന്നെ സ്കിൻ ഒന്നല്ലെങ്കിൽ ഡ്രൈ ആയിട്ടിരിക്കുക അല്ലെങ്കിൽ ഭയങ്കര ഓയിലി ആയിട്ടൊക്കെ ഇരുന്നിട്ട് പിമ്പിൾസ് ആക്നീസ് ഒക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് ഭയങ്കര വിഷമമാണല്ലേ. അതൊക്കെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതിനായിട്ട് നമ്മളിവിടെ ആദ്യം എടുക്കുന്നത് പോംഗ്രാനൈറ്റ് പൗഡറാണ് കേട്ടോ. പൗഡറോ അല്ലെങ്കിൽ നമുക്ക് മാതളനാരത്തിൻ്റെ ആ ഒരു ജ്യൂസായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് അരച്ചെടുക്കുന്ന രീതിക്ക് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇവിടെ ഞാൻ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നത് പൗഡർ ചൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പൗഡർ നമുക്ക് അവൈലബിൾ ആണ് പർപ്പിളിലും അതേപോലെ തന്നെ നൈക്കയിലൊക്കെ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ പോംഗ്രാനൈറ്റ് പൗഡറാണ് കേട്ടോ. അപ്പോൾ ശരിക്കും എഫക്റ്റീവായിട്ടുള്ള ഒരു പൗഡറാണ്. ഷുവറായിട്ട് നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ റിസൾട്ട് കിട്ടും. പോംഗ്രാനൈറ്റ് പൗഡർ നമുക്ക് നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഇതിൽ ആൻറ്റി മൈക്രോബയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് എഫക്റ്റീവായിട്ട് എലിമിനേറ്റ് ചെയ്യും. എന്താണ് എലിമിനേറ്റ് ചെയ്യുകയെന്ന് നോക്കുകയാണെങ്കിൽ ഫംഗൽ ബാക്ടീരിയ, അതോടൊപ്പം തന്നെ മൈക്രോ ഓർഗാനിസംസ്, നമ്മുടെ സ്കിന്നിൻ്റെ പോഴ്സിന് ഉള്ളിൽ തങ്ങിക്കിടക്കുന്ന ഫംഗസ് ബാക്ടീരിയാസും മൈക്രോ ഓർഗാനിസംസൊക്കെ നല്ലോണം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് ഫെയർലെസ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഫേസിൽ ആക്നീസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലോണം ഇല്ലാണ്ടാക്കാനും പിമ്പിൾസൊക്കെ റെഡ്യൂസ് ചെയ്യാനും സ്കിന്നൊക്കെ ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റൻ ചെയ്യാനൊക്കെ സഹായിക്കും. നമ്മുടെ ഈ ഒരു ഫേസ് പാക്കിന് നമുക്ക് വേണ്ടത് പോംഗ്രാനൈറ്റ് പൗഡറും അതോടൊപ്പം തന്നെ വൈറ്റ് ഫ്ലോർ അല്ലെങ്കിൽ റിഫൈൻഡ് ഫ്ലോർ, അതായത് നമ്മുടെ മൈദാപ്പൊടിയാണ് കേട്ടോ. അതും നമ്മൾ നല്ലോണം മിക്സിറ്റ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് നീഡഡ് വാട്ടർ, ഒരു പേസ്റ്റ് രൂപേണ കിട്ടാൻ വേണ്ടി നോർമൽ വാട്ടർ, ഇനിയിപ്പോൾ റോസ് വാട്ടർ വേണ്ടവർക്ക് റോസ് വാട്ടർ ആഡ് ചെയ്യാം. അപ്പോൾ വെറും പച്ചവെള്ളം ഈ ഒരു പാക്കിൽ ചേർത്താൽ പോലും നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ബ്രൈറ്റനിങ്ങും അതോടൊപ്പം തന്നെ ഈവൻ ആയിട്ടുള്ള സ്കിൻ ടോണും ഷുവറായിട്ടും 100% റിസൾട്ട് കിട്ടും കേട്ടോ. അതാണ് ഈ ഒരു ഫേസ് പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്തപ്പം ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം. അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തപ്പം ബിഫോർ ആൻഡ് ആഫ്റ്റർ ഉള്ള ആ ഒരു ചേഞ്ചസ് നിങ്ങൾക്ക് തന്നെ ഈ ഒരു വീഡിയോ ഫുള്ളി കണ്ടാലും മനസ്സിലാവും എൻ്റെ ഫേസിൽ എന്തുമാത്രം ഉണ്ടെന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ. അപ്പോൾ വീക്കിലി നമ്മൾ എത്ര പ്രാവശ്യം ചെയ്യണം എന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 2 or 3 ടൈംസ് ഓൾട്ടറായിട്ട് ചെയ്യുകയാണെങ്കിൽ ഷുവറായിട്ട് നമ്മുടെ ഫേസിലുള്ള എല്ലാ പ്രോബ്ലംസും ഇല്ലാണ്ടാവും. നല്ലോണം മിക്സിറ്റ് ചെയ്തിട്ട് നമുക്കറിയാമല്ലോ ആ ഒരു ഫേസ് പാക്കിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലായിട്ട് നമ്മളൊരു ബ്രഷ് വെച്ചിട്ട് നമ്മുടെ ഫേസ് ഓവറോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എത്ര നേരം വെയിറ്റ് ചെയ്യണം നോക്കുകയാണെങ്കിൽ ഒരു 15 മിനിറ്റ് മാത്രം നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി ഫേസിൽ അപ്ലൈ ചെയ്തിട്ട്. ഒരുപാട് ടൈമൊന്നും നമുക്ക് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ശരിക്കും ആൻറ്റി ഏജിനിങ് പ്രോപ്പർട്ടീസൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ ആ ഒരു പ്രീമച്വർ ആയിട്ടുള്ള ഏജിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഗ്ലോയിങ് ആയിട്ടുള്ള ഒരു യൂത്ത്ഫുൾ സ്കിന്നായിരിക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പോംഗ്രാനൈറ്റിൽ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ കൊണ്ടിട്ട് റിച്ച് ആണ് കേട്ടോ. സോ അതുകൊണ്ടിട്ടാണ് നമുക്ക് യൂത്ത്ഫുൾ ആൻഡ് ഗ്ലോയിങ് ആയിട്ടുള്ള ഒരു സ്കിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതേപോലത്തെ ഫേസ് പാക്സ് ഒക്കെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പം എപ്പോഴും നല്ല കട്ടിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ ഫേസ് ഓവറോൾ നന്നായിട്ട് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ടിട്ടാണ് കേട്ടോ ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ നെക്ക് ഒരു കാരണവശാലും ഒഴിവാക്കരുത് കേട്ടോ. ആ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ വൈറ്റ് ഫ്ലോറിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ശരിക്കും ഒരുപാട് വൈറ്റമിൻസ് ഒക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ ബൂസ്റ്റിംഗ് കോളജൻ. സോ കോളജൻ ബൂസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കോളജൻ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കേണ്ട ഒരു കാര്യം നമ്മുടെ സ്കിൻ ആൻറ്റി ഏജിനിങ് ആയിട്ട് കീപ്പ് ചെയ്യും എന്നുള്ള കാര്യമാണ്. കോളജൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് കിട്ടുന്ന ആ ഒരു ബെനിഫിറ്റ്. 15 മിനിറ്റ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് ആവുമ്പോൾ തന്നെ നമുക്കറിയാം അത്യാവശ്യം നല്ല രീതിക്ക് ഡ്രൈ സ്റ്റേജിലായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ആ ഒരു ഒട്ടും തന്നെ ഡ്രൈ ആയിട്ടില്ല എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ, അപ്പോൾ ഒരുപാട് നമ്മൾ കട്ടിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കും കേട്ടോ ഒന്ന് ഡ്രൈ ആയി വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഫേസ് ഫുള്ള് വാഷ് ഓഫ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നോർമൽ പ്ലെയിൻ വാട്ടറിലാണ് വാഷ് ഓഫ് ചെയ്യുന്നത്. അപ്പോൾ വാഷ് ഓഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജെൻറ്റിലി ആ ഒരു വെള്ളം തളിച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് എന്താ പറയുക സ്ക്രബിങ്ങും കൂടെ ചെയ്യണം കേട്ടോ. ആ ഒരു ഡെഡ് ആയിട്ടുള്ള സെൽസും കാര്യങ്ങളൊക്കെ നല്ലോണം റിമൂവായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓയിലൊക്കെ നമുക്ക് നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മുടെ ഫേസ് വാഷ് ഓഫ് ചെയ്തിട്ട് നമ്മൾ ഡ്രൈ ആയിട്ടുള്ളൊരു ക്ലോത്ത് യൂസ് ചെയ്തിട്ട് പാറ്റയൊക്കെ ചെയ്തതിന് ശേഷം മസ്റ്റായിട്ടും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ സെറ്റഫിലാണ്. സെറ്റഫിലിൻ്റെ മോയ്സ്ചറൈസർ, അതായത് നമ്മുടെ ഫേസ് മോയ്സ്ചറൈസറാണ് കേട്ടോ.
ശരിക്കും അമേസിങ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ സെറ്റഫിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ. നമ്മുടെ സ്കിൻ ഒട്ടും തന്നെ ഡ്രൈ ആവില്ല, അതേപോലെ തന്നെ പിമ്പിൾസും ആക്നീസൊക്കെ നല്ലോണം കൺട്രോൾ ചെയ്യാനൊക്കെ സഹായിക്കും. അപ്പോൾ നമ്മൾ ഇന്നിവിടെ യൂസ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ 2 ഇൻഗ്രീഡിയൻസിൽ നിന്നും നമുക്ക് കിട്ടുന്ന മെയിൻ ബെനിഫിറ്റ് കോളജൻ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് സോഫ്റ്റ് ആൻഡ് ജസ്റ്റ് യങ്ങാക്കി വെക്കുക മാത്രമല്ല, ആ ഒരു ആക്നീസ് ആയിക്കോട്ടെ, പിമ്പിൾസ് ആയിക്കോട്ടെ, അതോടൊപ്പം തന്നെ ആൻറ്റി ഏജിനിങ് ഒക്കെ ആയിട്ട് കീപ്പ് ചെയ്യാനും ഓയിൽ കണ്ടൻ്റ് ഒക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാനൊക്കെ സഹായിക്കും. ഏത് പ്രായക്കാർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്, 0 സൈഡ് എഫക്റ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ തീരുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും 100% ഷുവറായിട്ട് റിസൾട്ട് എനിക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.